പ്രണയപൂർവം നിനക്കായി ഞാൻ ഭാഗം 58. അവിടെ അമ്മച്ചിയോടും എല്ലാവരോടും കളിച്ചിരിയുമായി നിന്ന് സംസാരിക്കുന്ന ഗൗരിയെ കണ്ടപ്പോൾ അവൻ്റെ ചുണ്ടിൽ ഒരു പുഞ്ചിരി വിരിഞ്ഞു. തൻ്റെ പെണ്ണിനെ ഉപദ്രവിച്ച ഇത്രയും നാളും തന്നിൽ നിന്നും അകറ്റിയവൻ ഇന്ന് ഈ ഭൂമിയിൽ നിന്നും ഇല്ലാതായിരിക്കുന്നു. സണ്ണി ഓർത്തു. പിന്നീട് അവനും അവരുടെ ഒപ്പം തന്നെ അകത്തേക്ക് ചെന്നു. അവരുടെ സന്തോഷത്തിൽ പങ്കുചേർന്നു. അവിടെ വെച്ച് അനന്തപത്മനാഭൻ അടുത്ത ദിവസം ഇങ്ങനെ ഒരു പാർട്ടി നടത്താൻ പോകുന്നുണ്ട് എന്നുള്ള കാര്യം പറഞ്ഞു. അതിന് കാരണമായി തങ്ങളുടെ വെഡ്ഡിങ് ആനിവേഴ്സറിയാണ് എന്നാണ് അനന്തപത്മനാഭൻ പറഞ്ഞപ്പോൾ, അതെന്തിനാ അങ്ങനെ പറഞ്ഞത്? 1 മാസം കൂടി കഴിഞ്ഞാൽ ശരിക്കും നമ്മുടെ വെഡ്ഡിങ് ആനിവേഴ്സറി വരികയല്ലേ? അംബികാമ്മ ചോദിച്ചു. അതുവരെ കാത്തു നിൽക്കാൻ പറ്റില്ല. അതിനു മുമ്പ് ഇവിടെ എല്ലാവരെയും നമുക്ക് കിട്ടണം. ഇവിടെ വെച്ച് നമ്മുടെ 2 മക്കളെയും ഒരുമിച്ച് അവരുടെ മുന്നിൽ നിർത്തണം. എല്ലാവർക്കും നമ്മുടെ മക്കളെ പരിചയപ്പെടുത്തി കൊടുക്കണ്ടേ? അതിനുശേഷം നമ്മുടെ ഗൗരിമോളെയും നമ്മുടെ കുഞ്ഞുമണികളെയും കൊണ്ട് നമ്മുടെ തറവാട്ടിലേക്ക് പോകണം. അവിടെ വെച്ചാണ് നമ്മുടെ വിവാഹ വാർഷികവും നമ്മുടെ ആദികേശിൻ്റെയും ആദിശേഷിൻ്റെയും വിവാഹവും നമ്മൾ നടത്താൻ പോകുന്നത്. അനന്തപത്മനാഭൻ പറഞ്ഞതും ആദിശേഷും ആദികേശും പരസ്പരം നോക്കി. 2 പേരും ഒന്ന് ഞെട്ടി. അച്ഛാ, എനിക്കൊരു കാര്യം പറയാനുണ്ട്. ആദികേശ് മുന്നിൽ വന്നു. അറിയാം, നിനക്ക് വിവാഹത്തിന് താല്പര്യമില്ല അല്ലേ? അനന്തപത്മനാഭൻ ചോദിച്ചതും അംബികാമ്മ ആദികേശിനെയും അനന്തപത്മനാഭനെയും നോക്കി. നീ നോക്കണ്ട എൻ്റെ അംബികെ, അവൻ ഇഷ്ടമല്ലെങ്കിൽ വേണ്ട. ഒരിക്കലും നമ്മൾ അടിച്ചേൽപ്പിക്കാൻ പാടില്ല. അവരുടെ ജീവിത പങ്കാളികളെ തന്നെ അവർ തന്നെ കണ്ടുപിടിക്കട്ടെ. നമ്മുടെ ഇഷ്ടത്തിന് ഇവൻ ആ പെങ്കൊച്ചിനെ വിവാഹം കഴിച്ച് ആ ജീവിതത്തിൽ ഒരു സന്തോഷം ഉണ്ടായില്ലെങ്കിൽ അത് മരണം വരെ നമുക്ക് ഒരു വേദനയായിട്ട് കിടക്കും. അതിലും നല്ലത് അവൻ ഇഷ്ടപ്പെട്ട് പെൺകുട്ടിയെ കണ്ടുപിടിച്ച് അവൻ വിവാഹം കഴിക്കട്ടെ. അനന്തപത്മനാഭൻ പറഞ്ഞതും അംബിക ആദികേശിനെ ഒന്ന് നോക്കി. എൻ്റെ മനസ്സിൽ അങ്ങനെ ഒന്നുമില്ല. ആരും ഇതുവരെ കടന്നു വന്നിട്ടില്ല. പക്ഷെ എനിക്ക് എന്തുകൊണ്ടോ അവൾ രേഷ്മ, അവളെ വേണ്ട. എനിക്ക് ഒട്ടും അംഗീകരിക്കാൻ പറ്റുന്നില്ല അമ്മ. അതുകൊണ്ടാണ് അവൻ പറഞ്ഞു. അപ്പോൾ ഏട്ടന് വേണ്ടി ഞങ്ങൾ ഏതെങ്കിലും ഒരു പെൺകുട്ടിയെ കണ്ടുപിടിച്ചാൽ ഏട്ടൻ വിവാഹം കഴിക്കാൻ താല്പര്യമാണ് എന്ന് അല്ലേ? പക്ഷേ അമ്മ കണ്ടുപിടിച്ച രേഷ്മയെ വേണ്ട ഏട്ടന്. എന്തുകൊണ്ടും മനസ്സിന് അത് അംഗീകരിക്കാൻ പറ്റുന്നില്ല അല്ലേ ഏട്ടാ? ആദിലക്ഷ്മി വിശദീകരിച്ച് ചോദിച്ചു. അതെ അമ്മ, എനിക്ക് ഒട്ടും അംഗീകരിക്കാൻ പറ്റുന്നില്ല. മതി അമ്മേ, ഏട്ടൻ പറഞ്ഞതിലും കാര്യമുണ്ട്. അവളെ ഏട്ടന് മാത്രമല്ല എനിക്ക് ഒട്ടും അംഗീകരിക്കാൻ പറ്റുന്നില്ല. കാര്യം ഏട്ടൻ്റെ വിവാഹമാണ്, ഏട്ടൻ്റെ കൂടെയാണ് അവൾ ജീവിക്കേണ്ടത് എന്നല്ല എനിക്കറിയാം. പക്ഷെ വല്ലപ്പോഴെങ്കിലും എനിക്ക് ഇവിടെ വരണ്ടേ? ഇവിടെ വരുമ്പോൾ അതൊരു വഴക്കിലേക്ക് പോയാൽ ഞാനും എൻ്റെ ഏട്ടന്മാരും തമ്മിലുള്ള ബന്ധത്തെ അത് വളരെയധികം ബാധിക്കും. ഒരിക്കലും പിന്നീട് അമ്മയ്ക്ക് ഇങ്ങനെ 4 മക്കളെയും ഒരുമിച്ച് സന്തോഷത്തോടെ കൂടാനോ ഒരു ഓണം, വിഷു അങ്ങനെ എന്ത് ആഘോഷങ്ങൾക്ക് പോലും എല്ലാവരും ഒരുമിച്ച് കൂടിയെന്ന് പോലും വരില്ല. ഒരു ശത്രുതയിലേക്ക് ഈ ബന്ധങ്ങളെല്ലാം മാറും. അതുകൊണ്ട് വേണ്ടമ്മ എന്ന് തന്നെയാണ് എൻ്റെ അഭിപ്രായം. അത്രയും നേരം തമാശ കളിച്ചു നിന്ന ആദിലക്ഷ്മിയുടെ ശബ്ദം മാറി. അവൾ പക്വതയോടുകൂടി കാര്യങ്ങൾ സംസാരിക്കുന്നത് സണ്ണി ശ്രദ്ധിച്ചു. എൻ്റെയും അഭിപ്രായം അത് തന്നെയാണമ്മ. ആദിശേഷ് കൂടി പറഞ്ഞതും അംബികാമ്മ പിന്നെ മറ്റൊന്നും പറഞ്ഞില്ല. എന്നാൽ പിന്നെ ഇനി വേറൊന്നും ചിന്തിക്കേണ്ട. രേഷ്മയുടെ അച്ഛനെ വിളിച്ച് കാര്യങ്ങൾ സംസാരിച്ചോളൂ. ആ കുട്ടിക്ക് വെറുതെ നമ്മളായിട്ട് ആഗ്രഹങ്ങൾ കൊടുക്കാൻ നിൽക്കേണ്ട, സണ്ണി പറഞ്ഞു. അമ്മയ്ക്ക് എന്നോട് ദേഷ്യമുണ്ടോ? അവൻ അമ്മയുടെ അടുത്ത് ചെന്ന് അമ്മയുടെ കയ്യിൽ പിടിച്ച് ചോദിച്ചു. ഇല്ല എൻ്റെ മോനെ, നിങ്ങളുടെ ഇഷ്ടമല്ലേ ഞങ്ങളുടെയും. ഇഷ്ടമുള്ളത് നിനക്ക് തിരഞ്ഞെടുക്കാം. പിന്നെ എൻ്റെ ഫാമിലിയിൽ നിന്ന് വന്ന ഒരു ആലോചന എല്ലാവരും കൂടി പറഞ്ഞപ്പോൾ നമ്മുടെ ഈ റിലേഷൻഷിപ്പ്, അമ്മയുടെ വീട്ടുകാരുമായിട്ടുള്ള ഒരു ബന്ധം, അത് കുറച്ചുകൂടി ഒന്ന് ദൃഢമാകും. മുന്നോട്ട് നല്ലൊരു ബന്ധത്തിന് തുടക്കാവും എന്നെല്ലാം പറഞ്ഞപ്പോൾ നല്ലതായിരിക്കും എന്ന് എനിക്ക് തോന്നിയത് കൊണ്ടാണ്. അമ്മയും അല്ലാതെ എനിക്ക് മനസ്സിലാകും അമ്മ. അമ്മയ്ക്ക് അവളെ കൊണ്ട് എന്നെ വിവാഹം കഴിപ്പിക്കണമെന്ന് അത്ര വാശിയൊന്നുമല്ല. അമ്മയുടെ ഫാമിലിയുമായിട്ടുള്ള ആ ബന്ധം അത് മുറിഞ്ഞു പോകരുത് എന്ന് അമ്മ ആഗ്രഹിച്ചിരുന്നു. അതുകൊണ്ടല്ലേ? ആദികേശ് ചോദിച്ചതും അംബികാമ്മ അതേ എന്ന് തലയനക്കി. എന്നാൽ പിന്നെ ആദിലക്ഷ്മിയുടെ വിവാഹം ആദ്യം നടത്തിയാലോ? ഇവർക്ക് 2 പേർക്കും പറ്റിയ പാർട്ട്നേഴ്സിനെ അവർക്ക് കണ്ടുപിടിക്കാനുള്ള സമയം കൊടുക്കണം. ഇവിടെയാകുമ്പോൾ എല്ലാം റെഡിയാണല്ലോ. അനന്തപത്മനാഭൻ ചോദിച്ചതും എനിക്ക് കുറച്ചുകൂടി സമയം തരാൻ പാടില്ലേ അങ്കിൾ? ആനന്ദ് ചോദിച്ചതും എന്തിന്? അത് ഇപ്പോൾ കിട്ടുന്ന ഒരു സമാധാനമില്ലേ, അത് വിവാഹം കഴിഞ്ഞാൽ കിട്ടുമെന്ന് എനിക്കറിയില്ല എന്ന് പറഞ്ഞ് ആനന്ദ് സീറ്റിൽ നിന്നും എഴുന്നേറ്റൊരൊറ്റ ഓട്ടമായിരുന്നു. 1 സെക്കൻഡ് കൊണ്ട് അവൻ ഇരുന്നിടത്തേക്ക് ഒരു കുഷ്യൻ പറന്നു വന്നു.
എല്ലാവരും നോക്കുമ്പോൾ ദേഷ്യത്തോടെ നോക്കിയിരിക്കുന്ന ആദിലക്ഷ്മിയെ കണ്ടു. എന്നാൽ ആനന്ദ് അപ്പോഴേക്കും ഓടി പുറത്തേക്ക് പോയിരുന്നു. ഞാനേ രാത്രിയാകും വരാൻ. എനിക്ക് ഷോപ്പിൽ കുറച്ച് പർച്ചേസിംഗ് ഉണ്ട്. പുതിയ ലോഡ് വന്നിട്ടുണ്ട് ഗോഡൗണിൽ. ചെന്ന് നോക്കിയിട്ട് വേണം സെലക്ട് ചെയ്ത് അയക്കാൻ. ആനന്ദ് വിളിച്ചു പറയുന്നുണ്ട്. ഇനി നിങ്ങളെ ഈ ഭാഗത്ത് ഞാൻ കാണരുത് എന്ന് ദേഷ്യത്തോടെ ആദിലക്ഷ്മിയും ചെന്ന് വാതിക്കൽ നിന്ന് പറയുന്നുണ്ട്. ഞാൻ വരും, നീ ഇവിടെ ഉണ്ടെങ്കിൽ. നീ എവിടെയുണ്ടെങ്കിലും ഞാൻ വരും. എനിക്കേ നീ ഇല്ലാതെ പറ്റില്ല. കാറിലേക്ക് കയറുന്നതിന് മുമ്പ് അവൻ വിളിച്ചു പറഞ്ഞതും അത്രയും നേരം ദേഷ്യത്തോടെ നിന്ന ആദിലക്ഷ്മിയുടെ ചുണ്ടിൽ ഒരു പുഞ്ചിരി വിരിഞ്ഞു. അവൻ അവളെ പേടിയുമാണ്, എന്നാൽ അതിനേക്കാൾ ഇരട്ടി ഇഷ്ടവുമാണ്. അവരുടെ രണ്ടുപേരുടെയും സംസാരവും പെരുമാറ്റവും കണ്ട് ആദിശേഷ് പറഞ്ഞു, എന്നാൽ പിന്നെ മാട്രിമോണിയിലോ മറ്റോ നമുക്ക് ഇവരുടെ രണ്ടുപേരുടെയും കാര്യങ്ങൾ കൊടുത്താലോ? അനന്തപത്മനാഭൻ പറഞ്ഞതും സണ്ണി ആദിശേഷിനെ നോക്കി. നിന്റെ കാര്യം നോക്കണ്ട എന്ന് പറയട്ടെ? തൊട്ടു മുന്നിൽ തന്നെ ഒരു മാട്രിമോണി ആഡ് ഉള്ളത് പറയട്ടെ? സണ്ണി പതിയെ ചോദിച്ചതും എൻ്റെ പൊന്നളിയ, ആ കൊച്ച് ഒന്ന് കണ്ടപ്പോൾ ഞാനൊന്ന് നോക്കിയെന്നേ ഉള്ളൂ, അല്ലാതെ എനിക്ക് അങ്ങനെയൊന്നും. അത്രയും പറഞ്ഞ് സണ്ണി അവനെ ഒന്ന് നോക്കി. സത്യമായിട്ടും ഇല്ല എന്ന് ഞാൻ പറയില്ല, എന്നാലും അങ്ങനെയൊന്നും മനസ്സിൽ വലിയ കാര്യമായിട്ടൊന്നും കടന്നു വന്നിട്ടില്ല, ആദിശേഷ് പറഞ്ഞു. വേണ്ട അളിയ, നോക്കാം നമുക്ക് എവിടം വരെ പോകുമെന്ന്. നോക്കിയിട്ട് പോരെ. പിന്നെ ആ കൊച്ചിനോട് അങ്ങനെ ഒരു ഇഷ്ടം ഞാൻ പറഞ്ഞിട്ടില്ലല്ലോ. ആദ്യം എൻ്റെ മനസ്സിലുള്ളതൊക്കെ ഒന്ന് പറഞ്ഞിട്ട് ആ കൊച്ചിൻ്റെയും മറുപടി കിട്ടിയിട്ട് വീട്ടിൽ പറഞ്ഞാൽ പോരെ? ആദിശേഷ് ചോദിച്ചതും ഇപ്പോഴല്ലേ നീ പറഞ്ഞത് നിൻ്റെ മനസ്സിലൊന്നുമില്ലാന്ന്. പിന്നെ ഇതിന് മാത്രം പറയാൻ എന്താ നീ അവളോട് പറയാൻ പോകുന്നത്? അങ്ങനെ ചോദിച്ചാൽ അറിയില്ല. ആദ്യത്തെ എക്സ്പീരിയൻസ് ആണേ. അളിയന് നല്ല എക്സ്പീരിയൻസ് ഉണ്ടല്ലോ, ഒന്ന് പറഞ്ഞു തരാമോ എന്താ ചെയ്യേണ്ടതെന്ന്? ആദിശേഷ് ചോദിച്ചതും ഞാൻ അങ്ങനെ പറഞ്ഞിരുന്നെങ്കിലേ നിന്റെ പെങ്ങള് ഇപ്പോൾ ഇതുപോലെയുള്ള രണ്ടെണ്ണത്തിനെയും കൂടി കയ്യിൽ വെച്ചുകൊണ്ടിരുന്നേനെ. സണ്ണി പറഞ്ഞതും ആദിശേഷ് അവനെ നോക്കി. നിങ്ങൾക്ക് ഇത് മാത്രമാണോ ചിന്ത മനുഷ്യ? അവൻ ചോദിച്ചു. അല്ലാതെ പിന്നെ ഞാൻ എൻ്റെ ഇഷ്ടം ആദ്യം പറയാൻ പറ്റിയിരുന്നെങ്കിൽ പറയില്ലായിരുന്നോ? പേടിച്ച് പേടിച്ച് മാറിയിരുന്നതാ. അവസാനം എല്ലാം കൈവിട്ട് പോയപ്പോഴാണ്. സണ്ണി നിർത്തിയതും ആദിശേഷ് സങ്കടത്തോടെ അവൻ്റെ മുന്നിലേക്ക് നോക്കി. സണ്ണിയുടെ മുഖത്തെ സങ്കടം കണ്ടതും അവനും വിഷമമായി. അല്പസമയം മിണ്ടാതെ ഇരുന്നതിന് ശേഷം സണ്ണി, വേണമെങ്കിൽ വേറൊരു ഉപദേശം ഞാൻ തരാം. ഒരു പെൺകുട്ടിയോട് ഒരിഷ്ടം തോന്നിക്കഴിഞ്ഞാൽ ആ കുട്ടിയെ ജീവിതത്തിൽ കൂടെ കൂട്ടാൻ അതിയായി ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ ആദ്യം ചെയ്യേണ്ടത് അവളുടെ മനസ്സ് തുറന്ന് സംസാരിക്കുക എന്നതാണ്. അല്ലാതെ പിന്നെയാവട്ടെ എന്ന് പറഞ്ഞ് അവസാനം ഒരു പഴഞ്ചൊല്ലില്ലേ, മണ്ണും ചാരി നിന്നവൻ പെണ്ണും കൊണ്ടുപോയി എന്ന്. അതുപോലെ അവസ്ഥയാകും. അതുകൊണ്ട് എൻ്റെ ചെറിയൊരു ഉപദേശമായി മാത്രം കണ്ടാൽ മതി, സണ്ണി പറഞ്ഞു. തീർച്ചയായിട്ടും അളിയൻ്റെ ഉപദേശം ഞാൻ ശിരസ വഹിക്കും, ആദിശേഷ് പറഞ്ഞു. കുറേ നേരമായല്ലോ അവിടെ കുശുകുശുപ്പ് തുടങ്ങിയിട്ട്. എന്താ കാര്യം? ആദിശേഷും സണ്ണിയും തമ്മിൽ സംസാരിക്കുന്നത് കണ്ട് ആദിലക്ഷ്മിയാണ് പറഞ്ഞത്. അതോ, നിന്നെ എത്രയും പെട്ടെന്ന് എങ്ങനെ ഇവിടെ നിന്ന് പറഞ്ഞുവിടാം എന്ന് ആലോചിക്കുകയായിരുന്നു. ആനന്ദിന് ഒരു പണി കൊടുക്കണം എന്ന് അളിയൻ പറഞ്ഞിരുന്നു. നിന്നേക്കാൾ വലിയൊരു പണി അവന് കിട്ടാനില്ല എന്ന് പറയുകയായിരുന്നു. അതുകൊണ്ട് എത്രയും പെട്ടെന്ന് ഇവരുടെ വിവാഹം നടത്താം. ആദ്യം അച്ഛൻ പറഞ്ഞതുപോലെ ഇവിടെ ഒരു ചെറിയ ഫംഗ്ഷൻ വെച്ച് ഗൗരിയുടെയും സണ്ണിയെയും നമ്മുടെ കുഞ്ഞുമണികളെയും എല്ലാവരെയും പരിചയപ്പെടുത്തി കൊടുക്കാം. അതിനുശേഷം തറവാട്ടിൽ വെച്ച് ഗ്രാൻഡായിട്ട് ആദിലക്ഷ്മിയുമായിട്ടുള്ള വിവാഹം നടത്താം. അതിനുശേഷം ഏട്ടന് ഒരു പെണ്ണിനെ നോക്കി ഏട്ടൻ്റെയും കല്യാണം നടത്താം. അതിനുശേഷം എൻ്റെയും, അവൻ പറഞ്ഞു. എന്നാൽ പിന്നെ അങ്ങനെയാവട്ടെ അല്ലേ ആനന്ദേട്ടാ? അംബിക പറഞ്ഞു. ആദ്യം ഞാൻ ആനന്ദിൻ്റെ അച്ഛനോടും അമ്മയോടും ഒരു ദിവസം ഇങ്ങോട്ട് വരാൻ പറയാം. അവരോട് ഇവിടെ വന്ന് സംസാരിക്കാം. അവരെന്തായാലും നമ്മുടെ ബന്ധുക്കളാവാൻ പോവുകയല്ലേ. അതുകൊണ്ട് ആദ്യം അവരെ വിളിച്ച് കാര്യങ്ങൾ സൂചിപ്പിക്കുന്നതല്ലേ നല്ലത്. അല്ലെങ്കിൽ പിന്നെ ആ ഫംഗ്ഷന് വിളിച്ച് അറിഞ്ഞാൽ മതിയോ? എന്താ നിങ്ങളുടെ അഭിപ്രായം? അനന്തപത്മനാഭൻ ചോദിച്ചു. വേണ്ട അച്ഛാ, ഫംഗ്ഷൻ നടക്കുന്ന അന്ന് തന്നെ അറിയിച്ചാൽ മതി. അല്ലാതെ സെപ്പറേറ്റ് ഒരു വിളിച്ചു വരുത്തി കാര്യങ്ങൾ പറയുന്നത് ഒന്നും വേണ്ട, ആദിലക്ഷ്മി പറഞ്ഞു. എന്തുപറ്റി? നിനക്ക് ആനന്ദിൻ്റെ വീട്ടുകാരോട് എന്തെങ്കിലും ദേഷ്യമുണ്ടോ? അംബിക ചോദിച്ചു. അത് പിന്നെ എനിക്ക് അവരുടെ പ്രവൃത്തികൾ അത്ര ഇഷ്ടപ്പെടുന്നില്ല അമ്മ, അവൾ പറഞ്ഞതും. എന്താ നിനക്ക് അങ്ങനെ തോന്നാൻ? അത് ആനന്ദമുള്ളത് കൊണ്ടാണ് ഞാൻ പറയാതിരുന്നത്. അവർക്ക് വല്ലാത്ത രീതിയിലാണ് സംസാരമെല്ലാം. നമ്മുടെ ബിസിനസ്സും മറ്റും കണ്ടുകൊണ്ടുള്ള ഒരു പൊങ്ങത്തരം ഉണ്ടോ എന്ന് എനിക്ക് തോന്നി. എല്ലാവരോടും വിളിച്ച് ഞങ്ങളുടെ മകൻ വിവാഹം കഴിക്കാൻ പോകുന്നത്
അനന്തപത്മനാഭൻ എന്ന ബിസിനസ്മാൻ്റെ മകളെയാണെന്നും നമ്മുടെ ഷോപ്പുകളുടെ എണ്ണവും മറ്റും പറഞ്ഞ് വളരെ പൊങ്ങച്ചം കാണിച്ച് നടക്കുകയാണ്. അതുമാത്രമല്ല, അവർക്ക് നമ്മുടെ ഈ സ്വത്തിനോട് ഒരു കണ്ണുണ്ടോ എന്ന് എനിക്ക് സംശയമുണ്ട്. ആദിലക്ഷ്മി പറഞ്ഞതും, ലക്ഷ്മി, നീ ഇത് പറഞ്ഞ് എങ്ങോട്ടാ പോകുന്നത്? ആനന്ദിൻ്റെ അച്ഛനും അമ്മയുമാണിത്, നീ മറക്കരുത്. എനിക്ക് മനസ്സിൽ എന്ത് തോന്നിയാലും ഞാനത് പറയും. അത് തെറ്റാണെങ്കിലും ശരിയാണെങ്കിലും പറയാനുള്ള സ്വാതന്ത്ര്യം അച്ഛനും അമ്മയും എല്ലാവരും എനിക്ക് തന്നിട്ടുണ്ട്. പിന്നെ എല്ലാവരും ഈ അമ്മച്ചിയെപ്പോലെ നല്ലൊരു അമ്മായിമ്മയാകും എന്ന് കരുതുന്നതിൽ അർത്ഥമില്ലല്ലോ എന്ന് പറഞ്ഞ് ആദിലക്ഷ്മി സണ്ണിയുടെ അമ്മച്ചിയുടെ തോളിലൂടെ കൈയിട്ട് പിടിച്ചു. അതെ, അങ്ങനെ ഒരു മുതൽ വേറൊന്നും ഉണ്ടാകില്ല. അത് ഞങ്ങളുടെ സണ്ണിക്ക് മാത്രം അവകാശപ്പെട്ടതാണേ. അത് ഞങ്ങളുടെ ഡേവിഡ് ജോർജിൻ പ്രത്യേകം കണ്ടുപിടിച്ച മുതലാണ്. ഞങ്ങളുടെ ഡേവിഡ് ജോർജിൻ്റെ മാത്രം മുതൽ. അതുകൊണ്ട് അതുപോലത്തെ ഒരെണ്ണം നീ നോക്കി നടന്നിട്ട് കാര്യമില്ല ആദിലക്ഷ്മി. സെബിയാണ് പറഞ്ഞത്. ശരിയാ പറഞ്ഞത്. ഇതുപോലത്തെ ഒരു അമ്മായിമ്മയെ കിട്ടാനും വേണം ഭാഗ്യം. അത് കിട്ടിയിരിക്കുന്നത് ഞങ്ങളുടെ ഗൗരിമോൾക്ക്. ഞാൻ പോലും നല്ലൊരു അമ്മായിമ്മയല്ല. എൻ്റെ മരുമകൾ എന്തെങ്കിലും പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഞാൻ നല്ല വർത്തമാനം പറയും, അന്നക്കുട്ടി പറഞ്ഞു. അതുകൊണ്ടാണ് അന്നക്കുട്ടി ഇപ്പോഴും ഒറ്റത്തടിയായിട്ട് ആ വയനാട്ടിൽ താമസിക്കുന്നത്. അല്ലെങ്കിൽ മക്കളുടെ ഒപ്പം ഇപ്പോൾ യൂറോപ്പിൽ പോകേണ്ട ആളാണ് അന്നക്കുട്ടി. സെബി പറഞ്ഞതും, നീ പോട ചക്ക. ഞാൻ സ്നേഹത്തോടെ ഇരുന്ന് കഴിഞ്ഞാൽ അവൻ എന്നെ കൊണ്ടുപോകും എന്ന് അറിയാവുന്നത് കൊണ്ടാണ് കുഞ്ഞു കുഞ്ഞു കാര്യങ്ങൾക്ക് പോലും ഞാൻ വാശി പിടിക്കലും അവളോട് 4 വർത്തമാനം പറയും. അങ്ങനെയാകുമ്പോൾ അവൾ എന്നെ കൊണ്ടുപോകില്ലല്ലോ പുറത്തേക്ക്. അപ്പോൾ എനിക്ക് നാട്ടിൽ നിങ്ങളുടെ കൂടെ എല്ലാം ഇതുപോലെ എവിടെ വേണമെങ്കിലും പോകാം, എവിടെ വേണമെങ്കിലും നിൽക്കാം. വല്ലപ്പോഴുമുള്ള ഒരു ഫോൺ കോൾ, അത്രയല്ലേ ഉള്ളൂ. അതിൽ എന്ത് വേണമെങ്കിലും പറയാം. ആര് ഞാൻ എവിടെ പോയി എങ്ങനെ പോയി എന്ന് അന്വേഷിക്കാൻ ഇല്ലാത്തത് കൊണ്ട് ഞാൻ ഹാപ്പിയാണ്. അന്നക്കുട്ടി പറയുമ്പോൾ ഒട്ടും സങ്കടമല്ല എന്നുള്ളത് എല്ലാവരും ശ്രദ്ധിച്ചു. മോളെ ആദിലക്ഷ്മി, നീ കുറച്ച് മിസ്സായിപ്പോയി. കുറച്ച് മുമ്പ് വന്നിരുന്നെങ്കിലേ നമ്മുടെ അന്നക്കുട്ടിയെ നിൻ്റെ അമ്മായിമ്മയാക്കായിരുന്നു. നിനക്ക് പ്രത്യേക വൈബാണ്. നിനക്ക് ചേരുന്ന അമ്മായിമ്മയായിരുന്നു നമ്മുടെ അന്നക്കുട്ടി. പക്ഷെ എന്ത് ചെയ്യാൻ, അവൻ ജോയ്, അവൻ നേരത്തെ കെട്ടിപ്പോയില്ലേ. ജോണാണ് അത് പറഞ്ഞത്. എടാ, എൻ്റെ പെണ്ണിനെയാണ് നീ കെട്ടിക്കാൻ നോക്കുന്നത് എന്ന് ചോദിച്ചുകൊണ്ട് ആനന്ദ് വാതിക്കൽ നിൽക്കുന്നത് എല്ലാവരും കാണുന്നത്. നീ പോയില്ലേ? ജോൺ ചോദിച്ചതും, പോയെങ്കിൽ ഞാനിത് കേൾക്കായിരുന്നില്ലല്ലോ. എടാ, ഞാൻ വേറൊന്നും ഉദ്ദേശിച്ച് പറഞ്ഞതല്ല. ജോൺ പറഞ്ഞതും, നീ എന്ത് ഉദ്ദേശിച്ചിട്ടാണെങ്കിലും എനിക്കൊരു കുഴപ്പമില്ല. ഇവള് പറഞ്ഞതുപോലെ എൻ്റെ അമ്മയും അച്ഛനും എനിക്കുള്ള സഹോദരിയും പണത്തിനെക്കുറിച്ച് ആർത്തിയുള്ള കൂട്ടത്തിലാണ്. അത് എനിക്ക് നന്നായിട്ടറിയാം. ഇവള് അവരുമായിട്ട് പൊരുത്തപ്പെട്ട് പോകില്ല എന്നും എനിക്ക് നന്നായിട്ടറിയാം. അതുകൊണ്ട് ഞാനിവിടെ കൂടിയാലോ എന്ന് ആലോചിക്കുകയായിരുന്നു. അപ്പോഴാണ് ഇവള് തന്നെ ഇവളുടെ അഭിപ്രായം പറഞ്ഞത്. സാധാരണ കല്യാണം കഴിഞ്ഞ ചെക്കൻ്റെ വീട്ടിലേക്ക് കൊണ്ടുപോകുന്നതല്ലേ പതിവ്. നിങ്ങൾ വേണമെങ്കിൽ ഞങ്ങളുടെ കല്യാണം കഴിഞ്ഞ് എന്നെ ഇങ്ങോട്ട് കൊണ്ടുപോര്, ആനന്ദ് പറഞ്ഞു. അയ്യേ, നിനക്ക് പെണ്ണിൻ്റെ വീട്ടിൽ വന്ന് നിൽക്കാൻ ഒരു മടിയില്ലേ? ജോൺ ചോദിച്ചു. എന്തിന്? എനിക്ക് ഇവിടെയാണ് ഇഷ്ടം. ഈ അച്ഛൻ്റെയും അമ്മയുടെയും അടുത്ത് നിൽക്കാൻ ഒത്തിരി ഇഷ്ടമാണ്. അതിന് ഞാനെന്തിനാ മടിക്കുന്നത്? അപ്പോൾ സ്വന്തം അച്ഛൻ്റെയും അമ്മയുടെയും സ്വഭാവം മോന് നന്നായിട്ട് അറിയാം അല്ലേ? ആദിലക്ഷ്മി ചോദിച്ചതും, പിന്നെ അറിയാതിരിക്കോ? നീ 1-2 പ്രാവശ്യം കണ്ടപ്പോൾ തന്നെ അവരെ ഇത്രയും നന്നായി മനസ്സിലാക്കിയെങ്കിൽ ഇത്രയും വർഷം അവരുടെ കൂടെ ജീവിച്ച എനിക്ക് മനസ്സിലാവാതിരിക്കാൻ മാത്രം മണ്ടനൊന്നുമല്ല ഞാൻ. നീ പറഞ്ഞു വരുന്നത് വിവാഹം കഴിച്ചു കഴിഞ്ഞാൽ ഇവിടെ നീ അങ്ങോട്ട് കൊണ്ടുപോകുന്നില്ല എന്നാണോ? അനന്തപത്മനാഭൻ ചോദിച്ചു. ഞങ്ങൾ വിവാഹം കഴിച്ചാൽ ഒരുപാട് ദിവസമൊന്നും അവിടെ നിൽക്കില്ല. ഞാനിവിടെ ടൗണിൽ ഒരു വീട് നോക്കിയിട്ടുണ്ട് എന്നല്ല, ഞാനത് വാങ്ങി. അതിൻ്റെ കുറച്ച് വർക്കുകൾ നടക്കുന്നത് കൊണ്ടാണ് ഞാൻ ഇടയ്ക്കിടെ ഓടി ഇങ്ങോട്ട് വരുന്നത്. ഇവളെ വിവാഹം കഴിച്ചു കഴിഞ്ഞാൽ ഒരിക്കലും ഒരു കാരണവശാലും ഇവളെ വിഷമിപ്പിക്കരുത് എന്ന് എനിക്ക് ആഗ്രഹമുണ്ട്. ഒന്നുമില്ലെങ്കിലും അനന്തപത്മനാഭൻ്റെയും അംബികാമ്മയുടെയും രാജകുമാരിയെപ്പോലെ വളർന്നതല്ലേ. ആ വീട്ടിൽ കൊണ്ടുപോയി വെറുതെ അമ്മയുടെയും അച്ഛൻ്റെയും പ്രഷറും ഇവളുടെ കൈക്കും പണിയുണ്ടാക്കണ്ടല്ലോ എന്ന് കരുതിയാണ് ഞാൻ ഇങ്ങനെ ഒരു തീരുമാനം എടുത്തത്. ആനന്ദ് പറഞ്ഞതും ആദിലക്ഷ്മി അവനെ കോർപ്പിച്ചു നോക്കി. മോനെ ആനന്ദ്, ഇവള് പറഞ്ഞത് കൊണ്ടാണോ നീ? അംബികാമ്മ ആദിലക്ഷ്മിയെ കണ്ണു കോർപ്പിച്ച് നോക്കിക്കൊണ്ട് ചോദിച്ചു. ഇല്ലമ്മേ, ഞാൻ നേരത്തെ എടുത്ത തീരുമാനമാണ്. ഇങ്ങനൊരു വീട് വാങ്ങിയ കാര്യം ഇവള് ഇപ്പോൾ ഇവിടെ വെച്ച് ഞാൻ പറഞ്ഞപ്പോഴായിരിക്കും അറിയുന്നത്. ആനന്ദ് പറഞ്ഞതും, സത്യമായിട്ടും എന്നോട് പറഞ്ഞിട്ടുണ്ടായിരുന്നില്ല. ഇടയ്ക്കിടെ ഇങ്ങോട്ട് വരുന്നതുണ്ട്.
ഞാനപ്പോൾ പർച്ചേസിങ്ങിന് വരുന്നതാണ് എന്നാണ് വിചാരിച്ചത്. നമ്മുടെ ഗോഡൗണിലേക്കാണല്ലോ വരുന്നത്. അങ്ങനെയല്ലേ ഞാൻ കരുതിയത്. അല്ലാതെ ഇങ്ങനെ വീടെടുക്കുന്ന കാര്യം എനിക്കറിയില്ലായിരുന്നു, ആദിലക്ഷ്മി പറഞ്ഞു. പിന്നെ മോനെ ആനത്, വീടെടുത്ത് മാറി താമസിക്കാൻ നിൽക്കണ്ട. വീട് വാങ്ങിയതൊക്കെ കുഴപ്പമൊന്നുമില്ല. അത് നിങ്ങളുടെ ജീവിതത്തിൽ എപ്പോഴും ഒരു മുതലായി തന്നെ കിടക്കും. പക്ഷേ വിവാഹം കഴിഞ്ഞ് നിനക്ക് നിൻ്റെ വീട്ടിൽ നിൽക്കാൻ താല്പര്യമില്ലെങ്കിൽ നമ്മുടെ തറവാട്ടിലേക്ക് വരണം. ഞങ്ങൾക്ക് ആൺമക്കളും പെൺമക്കൾ എന്ന് വേർതിരിവില്ല. അതുകൊണ്ട് അവിടെ നിനക്കും ഇവൾക്കും സുഖമായിട്ട് ജീവിക്കാം. ഇവളുടെയും കൂടി വീടാണത്. അനന്ത പത്മനാഭൻ പറഞ്ഞത് ആനന്ദിനോട് മാത്രമല്ല, സണ്ണിയോടും കൂടിയാണ് പറയുന്നത്. നിൻ്റെയും കൂടി വീടാണ്. എപ്പോൾ വേണമെങ്കിലും വരാം. പിന്നെ നിന്റെ അമ്മച്ചിയുടെ അടുത്ത് നിന്നും വയനാട്ടിലുള്ള ആ വീട്ടിൽ നിന്നും അടർത്തിക്കൊണ്ടുവരാൻ ഞാൻ ആഗ്രഹിക്കുന്നില്ല. കാരണം എൻ്റെ മകൾ ഗൗരി അവളെ ഏറ്റവും കൂടുതൽ അവിടെ ഇഷ്ടപ്പെടുന്നുണ്ട് എന്നെനിക്കറിയാം. അതുകൊണ്ട് നിങ്ങൾക്ക് എപ്പോൾ ഇങ്ങോട്ട് വരണമെന്ന് തോന്നിയാലും അപ്പുറത്തെ ആ വീട്ടിലേക്ക് വരണ്ട. നമ്മുടെ തറവാട്ടിലേക്ക് വന്നാൽ മതി. കുറച്ച് ദിവസമല്ലേ നിൽക്കാൻ വരൂ. 2 മരുമക്കളും വീട് വാങ്ങി ഇവിടെ തന്നെ ഇട്ടോ. അതൊന്നും നഷ്ടമായിട്ട് കാണണ്ട. അതെല്ലാം നിങ്ങൾക്ക് എപ്പോഴും ഒരു സമ്പാദ്യമായിട്ട് കിടന്നോളും. ഞങ്ങൾക്ക് ഞങ്ങളുടെ ചുറ്റും മക്കളും മരുമക്കളും ഉള്ളത് തന്നെയാണ് ഇഷ്ടം. അതുപോലെ തന്നെ അവരുടെ അച്ഛനും അമ്മയ്ക്കും ആഗ്രഹമുണ്ടാവുമെന്ന് എനിക്കറിയാം. പക്ഷേ വഴക്ക് കൂടിയും ജീവിക്കുന്നതിലും നല്ലത് സന്തോഷത്തോടെ മാറി നിൽക്കുന്നത് തന്നെയാണ്. അനന്ത പത്മനാഭൻ പറഞ്ഞതും എല്ലാവർക്കും അത് തന്നെയായിരുന്നു അഭിപ്രായം. ഞങ്ങൾ വരുന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ടും നിങ്ങളുടെ ഒപ്പം സ്റ്റേ ചെയ്യും. അല്ലാതെ അവൻ വാങ്ങിയിട്ടിരിക്കുന്ന വീട്ടിലേക്ക് വരില്ല. പോരെ? നിങ്ങൾക്കും എപ്പോൾ വേണമെങ്കിലും ഞങ്ങളുടെ വയനാട്ടിലേക്കുള്ള വീട്ടിലേക്ക് വരാം. അവിടെ എത്ര നാൾ വേണമെങ്കിലും നിൽക്കാം, അമ്മച്ചി പറഞ്ഞു. തീർച്ചയായിട്ടും ഞങ്ങൾ വരും. അവിടെ ഞങ്ങൾക്കും ഒരു വീടുണ്ട്. പക്ഷേ മകളുടെ ഒപ്പം നിൽക്കാനാണ് ഞങ്ങൾ ആഗ്രഹിക്കുന്നത്. പുറമേ നിന്ന് കണ്ട് ഒത്തിരി പരിചയമുള്ള ആ വീട്ടിൽ ഞങ്ങൾ എന്തായാലും വരും, അനന്ത പത്മനാഭൻ പറഞ്ഞു. അപ്പോൾ പിന്നെ ഇനി കല്യാണത്തിൻ്റെ കാര്യങ്ങളാകാം ചർച്ച. എന്നാലൊരു കാര്യം ചെയ്യാം. ഞാനിപ്പോൾ 2 ദിവസം കൂടി കഴിഞ്ഞാൽ ഫ്രീ ആവുകയാണ്. അതിനുശേഷം പോയി കാര്യങ്ങളൊക്കെ ഒന്ന് തീരുമാനിക്കാം. ആദിലക്ഷ്മിയുടെ വിവാഹക്കാര്യം ജോത്സ്യനെ കാണലും ആളുകളെ ക്ഷണിക്കാനും അച്ഛനെയും അമ്മയും ആയിട്ട് ഡിസ്കഷനൊക്കെ ഒന്ന് നടത്തണ്ടേ? അനന്ത പത്മനാഭൻ ചോദിച്ചതും എന്താ അച്ഛൻ ഉദ്ദേശിച്ചത്? എനിക്ക് തരുന്ന സ്ത്രീധനക്കാര്യമാണോ അവരുമായിട്ട് അച്ഛൻ ചർച്ച ചെയ്യാൻ പോകുന്നത്? എന്നാൽ ഒരു കാര്യം ഞാൻ പറഞ്ഞേക്കാം. എനിക്ക് വിലയിട്ട് അച്ഛനൊരു തുക നിശ്ചയിക്കാൻ നിൽക്കണ്ട. എനിക്ക് സ്ത്രീധനം 1 രൂപ കൊടുത്തു എന്ന് ഞാൻ അറിഞ്ഞാൽ ഈ വിവാഹം ഞാൻ വേണ്ടെന്ന് വയ്ക്കും, ആദിലക്ഷ്മി ദേഷ്യത്തിൽ പറഞ്ഞു. പിന്നെ ആനന്ദിനെ നോക്കി. സത്യമായിട്ടും ഞാൻ പറഞ്ഞിട്ടില്ല, എനിക്ക് വേണ്ട, ആനന്ദ് അവളുടെ നോട്ടം കണ്ടതും പറഞ്ഞു. ഹായ്, എല്ലാവരും സുഖമായിട്ടിരിക്കുന്നോ? ഞാൻ സുഖമായിട്ടിരിക്കുന്നു. സ്റ്റോറി ഇട്ടിട്ടുണ്ടേ. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും നിങ്ങളുടെ അഭിപ്രായം കമൻറ്റ് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാതെ കേൾക്കുന്നവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ. ലവ് യു ഓൾ. ഇറ്റ്സ് മീ കാർത്തിക.